പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ വിഷയം മരിച്ചവർ മടങ്ങി വരുമോ എന്നതാണ്. മരിച്ചവരുടെ ആത്മാക്കൾ കൂടെ കൂടെ ഭൂമിയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന വിശ്വാസം വളരെ ശക്തമാണ്. പലരുടെയും അനുഭവങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്. മരിച്ചവരുടെ ആത്മാക്കൾ പലതും ഭൂമി വിട്ടുപോകാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായും ആവശ്യമനുസരിച്ച് പലരെയും പേടിപ്പിക്കുകയും ഞാൻ പിന്നെയും ഇവിടെ തന്നെ ഉണ്ട് എന്ന് വ്യക്തമായി തോന്നിക്കത്തക്ക സംഭവങ്ങൾ ഉണ്ട്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം. വിശദീകരിക്കാനാവാത്ത അനുഭവം എന്ന തലക്കെട്ടോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് മാസികയിൽ വന്ന ഒരാളുടെ അനുഭവം ഇങ്ങനെയാണ്. ഒരു യാത്രക്കാരൻ ലോഡ്ജിൽ മുറിയെടുത്ത് രാത്രി ഉറങ്ങുകയാണ്. അർദ്ധരാത്രിയിൽ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതമായിരുന്നു. അയാൾ കിടന്ന മുറിയിലെ സീലിംഗ് ഫാനിൽ ഒരു സ്ത്രീ തൂങ്ങി മരിച്ച് കിടക്കുന്നു. യാദൃച്ഛികമായി ഇത് കണ്ട മനുഷ്യൻ ബോധരഹിതനായി. പിന്നെ ഉണർന്നത് പ്രഭാതത്തിലാണ്. താൻ രാത്രിയിൽ കണ്ട കാര്യം മാനേജറെ അറിയിച്ചു. അന്നേരമാണ് മറ്റൊരു രഹസ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ മുറിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി സീലിംഗ് ഫാനിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷം ആ മുറിയിൽ വിശ്രമിച്ച പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം കേവലം മനഃശാസ്ത്രപരമാണെന്ന് തള്ളിക്കളയാനാവില്ല. കാരണം ആ മുറിയിൽ രാവാർത്ത മനുഷ്യൻ ഈ പെൺകുട്ടിയുടെ സംഭവം നേരത്തെ അറിഞ്ഞിരുന്നില്ല. അടുത്ത സംഭവം P.O. നാരായണൻ നമ്പ്യാർ വിവാഹാനന്തരം തൻ്റെ ഭാര്യാഗ്രഹത്തിൽ വിശ്രമിക്കാൻ കിടന്നപ്പോൾ ഉണ്ടായ സംഭവമാണ്. അത് ഇപ്രകാരമാണ്. അദ്ദേഹം ഭാര്യാഗ്രഹത്തിൽ രാത്രിയിൽ കരിവീട്ടി കൊണ്ടുള്ള കട്ടിലിലാണ് കിടന്നത്. ആ മുറിയിൽ ഒരു വിളക്ക് കത്തിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. കിടന്ന ഉടനെ അദ്ദേഹം കാണുന്നത് കട്ടിലിന്റെ തലയ്ക്കൽ ദേഷ്യപ്പെട്ട് തുറിച്ചു നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യ രൂപത്തെയാണ്. ഏകദേശം 55 വയസ്സ് തോന്നിക്കുന്നതും ഒത്ത തടിയും നീളവുമുള്ള ആൾ. അദ്ദേഹം അടുത്ത് കിടന്നിരുന്ന ഭാര്യയെ വിളിച്ചുണർത്തി ഇത് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് ഭാര്യ പറഞ്ഞു. താഴത്തെ മുറിയിൽ കിടന്നിരുന്ന ഭാര്യയുടെ അമ്മയെ വിളിച്ചുണർത്തി അദ്ദേഹം താൻ കണ്ട മനുഷ്യരൂപത്തെപ്പറ്റി വർണ്ണിച്ചു കേൾപ്പിച്ചു. ഒട്ടും സംശയമില്ലാതെ അമ്മ പറഞ്ഞു, അത് ഇവൾ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ ഇവളുടെ ഗോപാലൻ അമ്മാവനാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കട്ടിലാണ് നിങ്ങൾ കിടന്നത് എന്ന്. അടുത്ത സംഭവം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിൽ നിന്നാണ്. അദ്ദേഹം ഒരു ദിവസം സമുദ്രത്തിലേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ദേഹത്ത് കുറെ തുള്ളി വെള്ളം തെറിച്ചു വീണു. വെള്ളം ആരാണ് തളിക്കുന്നതെന്ന് അദ്ദേഹം നോക്കി. അപ്പോൾ അദ്ദേഹം കണ്ടത് തൻ്റെ മുമ്പിൽ ഒരു നഗ്ന സുന്ദരി നിൽക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ അവളോട് ചോദിച്ചു, നിനക്ക് മര്യാദയില്ലേ പെണ്ണെ, ഇവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടില്ലേ? അവൾ കേട്ട ഭാവം നടിച്ചില്ല. അധികം കഴിഞ്ഞില്ല, അതാ അവൾ വീണ്ടും വെള്ളം തെറിപ്പിക്കുന്നു. വീണ്ടും അദ്ദേഹം അവളോട് ചോദിച്ചു, എന്താടി നിനക്ക് കണ്ണ് കാണുന്നില്ലേ? ഇവിടെ ഒരുത്തൻ ഇരിക്കുന്നത് കാണുന്നില്ലേ? അവൾ മറുപടി പറഞ്ഞില്ല. കുറെ കഴിഞ്ഞ് അവൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നേരെ വന്നു. അദ്ദേഹത്തെ മുട്ടാതെ നടന്നുപോയി. അദ്ദേഹം തിരിഞ്ഞു നോക്കി. സുന്ദരിയുടെ പൊടി പോലുമില്ല. എന്താണിത് എന്ന് ആലോചിച്ച് അദ്ദേഹം ഭയപ്പെട്ട് നിന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ്. മരിച്ചവർക്ക് മടങ്ങി വരാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്. അതിന് ഞാൻ വളരെ വ്യക്തമായ ഉത്തരം പറയുന്നു. മരിച്ചവർക്ക് ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ മടങ്ങി വരാൻ പറ്റും എന്നാണ് അതിനുള്ള ഉത്തരം. ഇത് ഞാൻ ബൈബിളിൽ നിന്ന് വ്യക്തമാക്കാം. ബൈബിളിൽ മന്ത്രവാദി വിളിക്കുമ്പോൾ സാമുവേൽ പ്രവാചകൻ, മരിച്ചുപോയ സാമുവേൽ പ്രവാചകൻ വരുന്നതായിട്ടുള്ള സംഭവം ബൈബിളിലുണ്ട്. അത് പലരും പറയണ പിശാച് വന്നു എന്നാണ്. പക്ഷെ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. ആ വന്നത് സാമുവേൽ പ്രവാചകൻ തന്നെയാണ് എന്ന് വളരെ വ്യക്തമാണ്.
അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് താബോർ മലയിൽ രൂപാന്തരപ്പെടുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മോശയും ഏലിയായും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ വ്യക്തമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു നിന്നു. എന്താണ് ഇതിന് ബൈബിൾ അടിസ്ഥാനമുണ്ടോ? ബൈബിളില് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിന്റെ മുമ്പിൽ ആരും മരിച്ചവരില്ല, എല്ലാവരും ജീവിക്കുന്നവരാണ്. അതായത് മരണം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമുള്ള ഭൂമിയിൽ പറയുന്ന ഒരു കാര്യമാണ്. ദൈവം നോക്കുമ്പോൾ മരണം എന്ന് പറയുന്നത് ഭൂമിയിലെ മനുഷ്യൻ ഒരു ഉടുപ്പ് മാറി സ്വർഗത്തിലെ ഉടുപ്പ് ഇട്ടു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ആരും മരിച്ചവരല്ല. ഈ ഭൂമിയിൽ നമ്മൾ 100 വയസ്സ് മുകളിൽ വരെ ജീവിച്ചു കഴിഞ്ഞാലും അത് കഴിഞ്ഞ് നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞ മരണം വന്നു കഴിയുമ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തിന് മുമ്പിൽ ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ട് അവർക്ക് ഭൂമിയിൽ വരാൻ പറ്റും എന്ന് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ മരിച്ചുപോയവർ ഭൂമിയിൽ വന്നതെന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ വരാൻ പറ്റും എന്ന് വളരെ വ്യക്തമാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലോട്ട് കയറ്റിവിടുന്ന ഒരു ശുശ്രൂഷ എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് പല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും വരാറുണ്ടെന്ന് ഇതിനു മുമ്പുള്ള പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് പിശാചാണ്. പിശാചിന് മരിച്ചുപോയ ആരുടെ രൂപത്തിലും ഭാവത്തിലും വരാൻ പറ്റും. ആരുടെ ശരീരഭാഷ വേണേലും അതേപോലെ കാണിക്കാൻ പിശാചിന് പറ്റും. ആരുടെ രൂപത്തിൽ വേണേലും പ്രത്യക്ഷപ്പെടാനും പിശാചിന് പറ്റും. അവര് മരിച്ചുപോയവരുടെ അതേ സ്വരത്തിൽ സംസാരിക്കാൻ പിശാചിന് പറ്റും. ഇങ്ങനെയുള്ള ശക്തികളൊക്കെ പിശാചിനുള്ളത് കൊണ്ട് മരിച്ചുപോയവരുടെ ആത്മാവ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിന്നാലും അത് മരിച്ചുപോയവരുടെ ആത്മാവാണോ അത് പിശാചാണോ എന്ന് നമ്മൾ വിവേചിച്ചറിയണം. അതിന് നമുക്ക് വിവേചനപരം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കാരണവന്മാരാരെങ്കിലും നമ്മൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നിന്നാല് അത് ദൈവം അനുവദിച്ചുകൊണ്ട് അവർ വന്നതാണോ അതോ പിശാചാണോ എന്ന് നമ്മൾ വിവേചിച്ചറിയേണ്ടിയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ചുരുക്കി പറഞ്ഞാല്, മരിച്ചവർക്ക് ഭൂമിയിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ മരിച്ചവർക്ക് ഭൂമിയിൽ വരാൻ പറ്റും എന്ന് ഉറപ്പാണ്. പല വിശുദ്ധരും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ പല വിശുദ്ധരും ഇപ്പോഴും ഭൂമിയിൽ വരുന്നുണ്ട്, പലർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ. അതുപോലെ മാതാവ് പലർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മരിച്ചു പോയവർക്ക് മടങ്ങി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോയവർക്ക് ഭൂമിയിൽ മടങ്ങി വരാൻ പറ്റും എന്ന് ഉറപ്പാണ്. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.